കേരള തീരത്ത് വെച്ച് തീപിടിച്ച സിംഗപ്പൂർ കപ്പലായ വാൻഹൈ 503 പുറംകടലിലേക്ക് കൂടുതൽ ദൂരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തീരത്ത് നിന്ന് ഇപ്പോൾ 63 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിലവിൽ ഈ കപ്പലുള്ളത് എന്ന് മനസ്സിലാകുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലാണ് വാൻഹൈയെ കെട്ടിവലിച്ച് പുറംകടലിലേക്ക് നീക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായിട്ട് ബിനിൽ, ഇനിയും കൂടുതൽ ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണോ? നിലവിൽ ഈ രക്ഷാദൗത്യം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിയോ? ഈ വാൻഹൈ കപ്പൽ ഉടമകൾ അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ടോ? ദിവിഷ്, ഈ വാൻഹൈ കപ്പൽ ഉടമകളുടെ ഭാഗത്ത് നിന്ന് ഒരു നിസ്സഹകരണം തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ കപ്പലിൽ നിന്നുള്ള രക്ഷാ ബോട്ടടക്കം തീരത്ത് അണഞ്ഞിരുന്നു. പക്ഷേ അവിടെ നിന്ന് അടിയുന്ന വസ്തുക്കൾ നീക്കുന്ന കാര്യത്തിൽ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കം ഇതിനെ വിമർശിച്ചിരുന്നു. എന്തായാലും സർക്കാർ തലത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ കപ്പലിൽ നിന്നുള്ള ചരക്കുകളോ അവശിഷ്ടങ്ങളോ കരയ്ക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ അത് ആളെ നിർത്തി മാറ്റുക, അതിനുശേഷം അതിൻ്റെ പണം ഇവരിൽ നിന്ന് ഈടാക്കുന്നതിനുള്ള നടപടികൾ ഹൈക്കോടതിയിൽ തുടരുക. ആ രീതിയിലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വാൻഹൈ കപ്പൽ കുറച്ചുകൂടി പുറംകടലിൽ നിന്ന് ദൂരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 67 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ കപ്പൽ എത്തിച്ചിരിക്കുന്നത്. ഇത് പരമാവധി പുറംകടലിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് കോസ്റ്റ് ഗാർഡ് ഉദ്ദേശിക്കുന്നത്. ഈ കപ്പൽ സാൽവേജ് ചെയ്യുക, അതായത് ഇതിലെ കത്തിത്തീരാനുള്ള ഈ കണ്ടെയ്നറുകളുണ്ട്, മറ്റ് അവശിഷ്ടങ്ങളുണ്ട്, ഇതെല്ലാം കടലിൽ വീഴാതെ അതെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതിനുള്ള, ഈ കപ്പലിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഈ കപ്പൽ കമ്പനി തന്നെയാണ്. അതിനുള്ള നടപടികളിലേക്കാണ് എന്തായാലും പോകേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതുവരെ ഈ വാൻഹൈയുടെ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കാര്യത്തിലുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവിഷ്, ശരി, ബിനിലാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.